പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖുത്ബയിൽ ഇന്ന് പറഞ്ഞ വിഷയം ളുൽമിനെ കുറിച്ചാണ്. ആരെയും നമ്മുടെ ജീവിതത്തിൽ ആക്രമിച്ചു പോകരുത്. അക്രമം അത് അള്ളാഹുവിന്റെ ശാപം കിട്ടാനും അള്ളാഹുവിന്റെ കോപം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങാനും കാരണമാകുന്ന വലിയ ഒരു പാപമാണ് എന്നതാണ് നമ്മുടെ ഖുത്ബ ഇന്ന് നമ്മോട് ഉപദേശിച്ചത്. ഇന്നല്ലാഹ നഹാ അനിൽ ബഗ്യി വൽദുൽമി വൽഫുജൂർ. റൗഡിസം കാണിക്കുക, ആളെ അടിക്കുക, ആളെ വെട്ടുക, കൊല്ലുക, ഇതുപോലെയുള്ള തമ്മാടിത്തരങ്ങൾ, അതുപോലെ ദുൽമ ചെയ്യാം, മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുക. ദുൽമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഷോർട്ടാക്കി പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുക. ദുൽമിന്റെ കാലമാണ്. ആരെന്തായാലും പ്രശ്നമല്ല, ഞാൻ ജീവിക്കണോ, എന്റെ കുടുംബം സന്തോഷത്തിൽ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. ദുൽമ കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും ഏത് പ്രവർത്തനാണെങ്കിലും ദുൽമിന്റെ കാലമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലാത്തത്, നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാത്തത്. അതാണ്. കടം വാങ്ങിയിട്ട് ദുൽമ ചെയ്യുന്ന ആളുകളുണ്ട്, കച്ചവടത്തിന് പൈസ വാങ്ങിയിട്ട് ദുൽമ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? എന്തൊരവസ്ഥയാണ്! എത്ര ചില്ലറ പൈസ ഒന്നല്ല, കോടിക്കണക്കിനുള്ള പൈസകൾ, ലക്ഷക്കണക്കിനുള്ള പൈസകൾ. മരിക്കുന്ന ഒരു ചിന്തയുമില്ല, അവരിൽ കിടക്കുന്ന ഒരു ബോധവുമില്ല, അരവശരുണ്ട് എന്ന ഒരു ബോധമില്ലാതെ എങ്ങനെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ഒരാൾക്ക് ഒരിക്കൽ മാത്രമാണ് മരിക്കാനുള്ള അവസരം, 2 പ്രാവശ്യം മരിക്കാനുള്ള അവസരമില്ല. ഒരിക്കൽ മരിച്ച തീർന്നു, 2 പ്രാവശ്യം മരിക്കാനുള്ള അവസരമില്ല. ഒരാൾക്ക് ഒരേ മരണം. ഇനി ആ മരിച്ചാൽ പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊത്തി പൊതിയാൽ മരിക്കുന്ന ഒരു ദിവസം മരിച്ചിട്ടെടുക്കാം. എന്നാൽ അഭിപ്രായ ഞങ്ങൾ പറഞ്ഞു, 2 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ട് 2 പ്രാവശ്യം ശഹീദായ ഒരു മനുഷ്യൻ അതുണ്ടാവൂല. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഭിവാദങ്ങൾ പറഞ്ഞത്. 2 പ്രാവശ്യം ശഹീദായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 2 തവണ മരിച്ച മനുഷ്യൻ. എങ്ങനെ മരിച്ചതാണ്? നോർമൽ മരണമല്ല, യുദ്ധത്തിൽ പോയി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായ മനുഷ്യൻ. ആ മനുഷ്യന്റെ ഒരു ദീനാർ കടമുണ്ടായിട്ട് മരിച്ചാൽ, ഒരു ദീനാർ കടം, കൊല പൈസ ഒന്നുമല്ല, 10 രൂപയോ 5 രൂപയോ പൈസ അല്ല, ഒരു ദീനാർ ആ ശഹീദിന് കടമുണ്ടെങ്കിൽ പോലും അള്ളാഹു ആ 2 ശഹീദിന്റെ ആ സ്ഥാനത്തിലുള്ള മനുഷ്യനിക്ക് പോലും അള്ളാഹു പൊരുത്തു കൊടുക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ അവസ്ഥ എന്താ? അല്ലേ? എത്ര കടങ്ങൾ! നമ്മുടെ പള്ളിയുടെ പരിസരത്ത് മുമ്പ് ഒരു പീഡിയ നടത്തിയിരുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ ഗൾഫിൽ ഇടയ്ക്കിടെ വായിച്ചിട്ട് പറയും, ഉസ്താദെ കടത്തിന്റെ കാര്യം പറയും, കാരണം ഞാൻ അന്ന് പീഡിയ നടത്തിയപ്പോ എത്രയോ ആളുകൾ കടം തരാൻ ബാക്കിയുണ്ട് ഉസ്താദെ. പൈസ വാങ്ങിയതല്ല, പഞ്ചസാര കൊണ്ടേത്, അരി കൊണ്ടേത്, പിന്നെ വണ്ണക്ക കൊണ്ടേത്, ടൊമാറ്റോ കൊണ്ടേത്. അലാലാവും ഇങ്ങനെ ഉണ്ടോ ഇല്ല നമുക്കറിയില്ല. ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അലാലാവും നമുക്ക് കൊടുത്ത അറിയാം നമ്മുടെ മക്കൾക്ക്. കുറെ പൈസയാണ്, ചില്ലറ പൈസ ഉസ്താദെ, കുറെ ആളുകൾ കുറെ പൈസ തരാനുണ്ട്, സാധനം കൊണ്ട് പൈസയാണ്. ഞാൻ പീഡിയ മതിയായപ്പോ ഒരു വിചാരിച്ചില്ല, കലാസാനം കടം തീരും, അള്ളാന്റെ അടുത്ത് പോകേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. ചിന്തിക്കേണ്ട ഒരു ദുർബലേ എന്താ പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഇപ്പൊ അതിന്റെ വേദനയുണ്ട്. കുറെ പൈസ ഇട്ട് അയാൾ പറഞ്ഞാ സാറേ ഞങ്ങൾക്ക് കുറെ കട കൊടുക്കാറുണ്ട്, തരേണ്ടവരുണ്ട്, ഞങ്ങൾക്ക് തന്നാൽ എന്റെ കടം കൊടുക്കാതിരുന്നു എന്നായിരുന്നു. ഞാൻ ഒരാൾ കൊടുക്കാനുണ്ട്, എനിക്ക് കിട്ടേണ്ടതൊക്കെ എന്റെ കൈ എത്തിയാൽ ഞാൻ കൊടുക്കേണ്ട കടത്തിനെതിട്ട് എനിക്ക് സലാമത്താവുമായിരുന്നു എന്ന് അയാൾ പറയുന്നു. മോനിയുടെ എന്തൊരവസ്ഥയാണ്! ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ പള്ളിയെ വീട്ടുപെട്ടാണ് നമ്മളെ ശരിവിച്ച പോയിട്ട് ഓരോരുത്തരുമായിട്ട് പോയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്ത്
ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കിയിട്ട് ഭയങ്കര അൽഫാവും പിന്നെ സവാരി പിന്നെ കബാബും നമ്മളെ പോയിട്ട് ഉത്താമാരുടെ പോയി നല്ല തേക്ക് വരുന്നത്തോടെ വെച്ചിരുന്നു. അങ്ങനെ 3 കൊല്ലമായി പൈസ കോയിന്റെ പൈസ കിട്ടിയിട്ടില്ല. എല്ലാം പീഡിയ പൈസ കൊടുക്കൂല, എല്ലാ പൈസ കൊടുക്കും, എല്ലാം കൊടുക്കും. ആ പാട്ട് പാടിയവന്റെ പൈസ ഇതൊക്കെ ഫസ്റ്റ് കൊടുക്കേണ്ട പൈസ. പാട്ട് പാടിയവന്റെ ഫസ്റ്റ് അഗ്രിമെന്റ് ഫസ്റ്റ്, ആ പൈസ ഫസ്റ്റ് കൊടുക്കണം. എല്ലാം കഷ്ടപ്പെട്ടവന്റെ പൈസ ഉണ്ടാകും. കഷ്ടപ്പെട്ടവന്റെ പൈസ ഖണ്ഡിക 2 കൊല്ലം 3 കൊല്ലം അങ്ങനായിട്ട് പുള്ളിക്ക് ചെറിയവന് കോയിന്റെ പൈസ കൊടുത്തില്ല. അതാരാവോ ഗുരുമല്ലേ നമ്മുടെ വിനാപത്തുണ്ടാവോ? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ 100 ആൾ കൂടിയ ഒരു സദസ്, ആ സദസ്സിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടായാൽ ഏത് തങ്ങളല്ല, ആചാരല്ല, ഏത് വലിയ വന്നത് പറഞ്ഞാലും കിട്ടോ കിട്ടൂല. ഗുരുമാണ് പാടില്ല. ഇതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ അവസ്ഥ തന്നെയാണ്. എങ്ങനെ ഉഷാറാക്കിയാൽ മതി. വന്നവർക്കല്ല ചോറിന് വയ്ക്കുന്നത് കൊടുത്താൽ മതി, അതിന് പൈസ കൊടുക്കുന്ന പരിപാടി കൂടിയില്ല. ഗുരുമാണ് അള്ളാഹ് കർശനമായി വിരോധിച്ച ഒരു വിഷയമാണ്. അള്ളാഹിന്റെ വിധി ഉണ്ടല്ല, അള്ളാഹിന്റെ വിധി ഉണ്ടല്ല. തീരുമാനത്തിനെ മാറ്റാൻ ഒന്നും കഴിയൂല. പക്ഷെ കഴിയുന്ന ഒന്നുണ്ട്, എന്തായോ ഗുൽമാണ്. ഗുൽമിന് അള്ളാഹിന്റെ വിധിയെ പോലും മാറ്റാൻ കഴിയും. നമ്മ ആരെങ്കിലും ബേജാറാക്കിയിട്ട് അയാൾ കണ്ണീരെടുത്തിട്ട് അള്ളാഹിനോട് കൈവേർത്ത് ദ്വാരന്നാൽ അള്ളാഹിന്റെ വിധി മാറിപ്പോകുന്ന എന്നെ വേദനിപ്പിച്ചാലാൻ എന്താണ് നമ്മ പറയുന്നത്? ചോര കാലിക്കല്ലാതെ മരിക്കാതെ ഉസ്താദെ പറയുന്നില്ലേ? സന്തോഷത്തിന് പറയുന്നതല്ല, നീ ചെയ്ത ഉള്ളിൽ വെച്ച് പറയല. ഈ പറച്ചല്ല, നിനക്കന്ന് ചിലപ്പോ രോഗം കണക്കാക്കി ഉണ്ടാവൂല. ഈ പറച്ചൽ കൊണ്ട് അള്ളാന്റെ വിധി മാറുന്നതാണ്. ചിന്തിക്കട്ടെ, ഈ പറച്ചൽ കൊണ്ട് അള്ളാന്റെ വിധി മാറും. ചിലപ്പോ അള്ളാന്റെ വിധി നീ നല്ല ആരോഗ്യവനായിട്ട് ഉഷാറാക്കി നോക്കണമെന്നായിരിക്കും. പക്ഷെ ഈ പാവപ്പെട്ട മനുഷ്യൻ കണ്ണീരോടുകൂടി പറഞ്ഞ വാക്കുകൊണ്ട് അതങ്ങനെ ആവും. എത്രയും പള്ളികളുടെ സംഭവമുണ്ട്. പള്ളികൾ അല്ലെ, കുറെ ഉസ്താദന്മാരിങ്ങനെ പള്ളിയിൽ കുറെ തിരുവത്തിരിയുടെ അവസാനം എന്തെങ്കിലും ആയിട്ടാകുമ്പോ പള്ളിയിൽ ഉസ്താദന്മാർ പിരിച്ചു. ഉസ്താദന്മാർ ഭയങ്കര ബേജാറിന്, കണ്ണീരോടുകൂടി ബേജാറിന് പോകുന്ന സമയത്ത് പറയും, ഈ നാട് നന്നാവൂല, ഈ നാട് എപ്പോഴും ഇരുട്ടായിരിക്കും, അത് പഠിക്കും. ഉറപ്പാണ്. ദുൽമ ചെയ്തിട്ടാണ് വായിക്കുന്നതെങ്കിൽ അത് പഠിക്കും. അങ്ങനെ എത്രയോ നാടുകൾ, എത്രയോ കാരണവന്മാർ പറയുന്ന വാക്കുകളുണ്ട്. സാധേ അന്നൊരു നമ്മുടെ നാട്ടിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. അന്ന് പോയാൽ പോകുമ്പോ പറഞ്ഞതാ, ഇന്നും നമ്മുടെ നാട് ഏരികാറുന്നില്ല, നമ്മുടെ നാട് ഏരികാറുന്നില്ല. എങ്ങനത്തെ ഉസ്താദന്മാർ വന്നാലും ഇല്ല, എന്തോ അത് ചെല്ലിയാലും നമ്മുടെ നാട്ടിൽ വർക്കത്തില്ല. എന്തേ? അതാണ് സംഭവം അല്ലേ? ഇതിന്റെ അടുത്ത് ഞാനൊരു സംഭവം വായിച്ചിരുന്നു. എത്രയോ കൊല്ലത്തിന് ശേഷം സ്കൂളിൽ ജീവിതത്തിൽ നടന്നതാണ്. സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റ് എന്തോ പറഞ്ഞ് തടി എങ്ങനെ ഭയങ്കര തടിയായതുകൊണ്ട് എന്തോ പറഞ്ഞിട്ട് ബേജാറാക്കിയതാണ്. ടീച്ചർ മുസ്ലിമായ ടീച്ചറൊന്നും അല്ല, അമുസ്ലിമായ ടീച്ചർ എന്തെങ്കിലും പറയില്ല, തടിയെത്തി അങ്ങനെ എങ്ങനെ പറയും. അത് 10ാം മുന്നിൽ പറയുമ്പോ ആളുകളുടെ മനസ്സിൽ എങ്ങനെ നിൽക്കും? അങ്ങനെ ആ സ്റ്റുഡന്റ് പഠിച്ച് വലുതായി എന്തായാലും ജീവിതത്തിൽ വർക്കത്തില്ല. എന്ത് ചെയ്താലും ഒരാൾ തൊട്ടതെല്ലാം പൊന്നാവും, ഒരാൾ തൊട്ടതെല്ലാം മണ്ണാവും. ഇത് തൊട്ടതെല്ലാം മണ്ണാന്ന സൈസാണ്, തൊട്ടതെല്ലാം മണ്ണ് ഉത്സാഹമുണ്ടാവുന്നില്ല. അങ്ങനെ അങ്ങനെ അവസാനം പണ്ട് ഈ ചങ്ങായിലൊക്കെ സ്കൂളിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് കിട്ടിയപ്പോ ബേജാറാണ്. ഞാൻ ഓനിന് ഓർമ്മട്ടു. അവൻ പറഞ്ഞ്, നീ അന്ന് നമ്മളെ ടീച്ചർക്ക് പറഞ്ഞിട്ട് കരയിപ്പിച്ചിട്ടല്ല അല്ലെ? ആ ടീച്ചർ എത്ര ബേജാറായിട്ടുണ്ടോ? നീ ആ ടീച്ചറിനെ തേടി പിടിച്ചെന്ന് പൊരുത്തപ്പെടിക്കുന്നു. എനിക്ക് ചോദിച്ചാൽ അത് ഈ ചങ്ങായിനെ മനസ്സിലാക്കുന്നത് നേരായിരിക്കുമല്ലോ.
അങ്ങനെ ആ ടീച്ചറിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് ടീച്ചറിന്റെ വീട്ടില് പോയി. എന്നിട്ട് ആ ടീച്ചറിന്റെ മുന്നിലെത്തി ടീച്ചർക്ക് പരിചയമില്ല. സുഹൃത്തിന് പണ്ടത്തെ ജഗന്നമോ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെ കുറച്ച് ഓർമ്മ ഉണ്ടാവോ? ഇല്ല. ഈ കുട്ടി പരിചയപ്പെടുത്തി, ടീച്ചറെ എന്നെ നിങ്ങൾക്ക് അറിയോ, ഞാൻ നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോ നിങ്ങളെ ഞാൻ പറഞ്ഞിട്ട് ബേജാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ടീച്ചർ പൊട്ടിക്കഴിഞ്ഞതാണ്. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞറിയോ, മോനെ ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. എന്റെ മനസ്സിൽ ഇന്നും അത് ഉണ്ട്. മതിയാവേ. എന്നിട്ട് ആ ചെക്കന് കുട്ടി ടീച്ചറോട് പൊരുത്തപ്പെടിച്ചു. അങ്ങനെ ടീച്ചർ പൊരുത്തപ്പെട്ടു, മോനെ ഇന്ന് മുതൽ ഞാൻ മറക്കാമോ. അങ്ങനെ ഈ ആള് ഉഷാറായതിനു ശേഷം പറയാനാണ്, അതിന് ശേഷം ഞാൻ തൊട്ടതെല്ലാം പൊന്നിയായിട്ടാണ്. പൊരുത്തപ്പെടിക്കേണ്ട ആളുകളോട് പൊരുത്തപ്പെടിച്ചപ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ അതിന്റെ ഗൗരവങ്ങളും അതിന്റെ വിപത്തുകളെ കുറിച്ചാണ് നമ്മുടെ കഴിയുന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഉപകാരം ചെയ്യും. കഴിയുന്നില്ലേ ആർക്ക് നമ്മൾ ബുദ്ധിമുട്ടാക്കാറില്ല. കഴിഞ്ഞവിടെ ആരും ബുദ്ധിമുട്ടാക്കില്ല മതി. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടും ആരെ പ്രയാസപ്പെടുത്തണ്ട. നീ ജീവിച്ചാൽ മതിയല്ലോ. അതെന്നെ നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം. ആരും പ്രയാസപ്പെടുത്തണ്ട. അപ്പൊ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ബേജാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടുക. അത് നമ്മുടെ രോഗങ്ങൾ മാറാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരാനും ഞങ്ങളെ സഹായിക്കുന്ന വലിയ വിഷയമായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ്. വിവരമില്ലാത്ത കാലത്തിൽ ആരെങ്കിലും ഞങ്ങൾ ദുൽമ ചെയ്തിട്ട് ആ ആക്രമിക്കപ്പെട്ട ആള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വളർച്ചോനെ അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ പ്രയാസപ്പെടുത്തിയ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവനെ പൊരുത്തപ്പെടിക്കാൻ കഴിയൂല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്ന. അള്ളാഹ് ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ. അള്ളാഹ് നീ പൊരുത്തു കൊടുക്കണേ. അള്ളാഹ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പടച്ചവനെ നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ മാത്രം ആക്കി തരണേ. അള്ളാഹ് ആമീൻ. برحمتك يا ارحم الراحمين. الى حضرة نبينا